നമ്മുടെ ഓലയില്ലേ, ഉണക്ക ഓല, അതൊക്കെ പൊട്ടിക്കുമ്പം ഒരു കറ വരും ആ പുകയിൽ. ശരിക്കും ഈ അൾട്രാവയലറ്റ് പ്രൊഡിക്ഷന് എതിരെയുള്ള ഒരു ആർമറാണ്, ഒരു കവചമാണ്. അതുകൊണ്ടാണ് പണ്ട് നമ്മൾ കുട്ടുവത്തിലേക്ക് വെള്ളം കിണറ്റിൽ നിന്ന് വെള്ളം പോയി പുളിപ്പുരയുടെ സൈഡിലുള്ള ഒരു കൈപ്പിടിയിലോട്ട് ഒഴിക്കും. അതകത്ത് പോയി കുട്ടുവത്തി വീഴും. അവിടുന്ന് മൊത്തം പുകയറയായിരിക്കും കുളിമുറിക്കകത്ത്. ഈ പുക ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് കറങ്ങി ഈ വെള്ളത്തിൽ പോകും. അത് വായിൽ പൊപ്പിടിച്ചാൽ പുകയറ ചെറുക്കും. അതാണ് നമ്മുടെ ദേഹത്ത് ആൻറ്റി ഫംഗൽ. ഇപ്പം നമ്മൾ മരുന്നിന് കാശ് കൊടുക്കുക, അന്നതില്ല. അന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ട് കൈവച്ച് തേക്കുക. സൂര്യൻ്റെ കിരണങ്ങളിൽ പ്രൊട്ടക്ഷനാണ്, ഫംഗലിന് മുഴുവൻ പ്രൊട്ടക്ഷൻ. ചൂട്ട് കൊതുമ്പ് ഓല കത്തിച്ചാൽ ആ പുകയ്ക്ക് അതിൻ്റെ ഗുണമുണ്ട്. അന്തരീക്ഷത്തിൽ ആ പുക ഇങ്ങനെ നിന്നാൽ കൊതുകും മുട്ടയിടത്തില്ല, പറ്റില്ല. നമ്മുടെ ഒരു കൾച്ചറിൽ ജീവിതം വ്യാഖ്യാനിച്ച കൾച്ചറിൽ എന്ന് മാറ്റം വരുത്തിയ അന്ന് നമ്മൾ കുളിക്കുന്ന വെള്ളം മുഴുവൻ ഓവ് വഴി വെളിയിലേക്ക് പോയി മണ്ണിൽ ഇങ്ങനെ പരന്ന് അവിടെ ഇവിടെയൊക്കെ തളം കെട്ടി കിടക്കും. അത് നമുക്ക് പിന്നെ വലിയ വൃത്തികേടായി മാറി. അപ്പോൾ എന്ത് പറ്റി? ഇത് നമ്മൾ മറ്റേ ഇത് കോൺക്രീറ്റ് ചെയ്തു. അതിനകത്ത് മഴ പെയ്യുമ്പോൾ അയ്യോ ചളിയ കാലിപ്പറ്റും, അവിടെ ടൈൽസ് ഇട്ടു. എന്നിട്ട് ഈ വെള്ളം മുഴുവൻ ഓടെ പോയി, എന്നിട്ട് ഉപ്പ് വെള്ളത്തിൽ പോയി ചേർന്നു. മണ്ണിനടി വെള്ളമില്ല. ദൈവം തന്ന ഏറ്റവും വലിയ ഫിൽറ്റർ എന്ന് പറയുന്നത് ഈ മണ്ണാണ്. ആ മണ്ണിൽ 10 മീറ്റർ പോയാൽ ശുദ്ധവെള്ളമാണ്. ഒരു കക്കൂസിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഇവിടെ പണിതാൽ ഇവിടുന്ന് 10 മീറ്റർ അകലെ നിങ്ങൾക്ക് കിണർ കുഴിക്കാം. ജ്യോത്സ്യന്മാരും വാസ്തുവിദഗ്ധരും ഇനി എൻജിനീയേഴ്സും അത് സമ്മതിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ കിണർ കുഴിക്കുന്നതിന് പെർമിഷൻ വേണമെങ്കിൽ, വീടിന് നമ്പർ ഇടണമെങ്കിൽ ഈ ദൂരം ഉണ്ടാവണം. അത്രയും ദൂരം പറയുന്നുണ്ട്. ഇനി ഞാൻ ഒരു വീടുണ്ടാക്കി, ഒരിക്കലും വാട്ടർ ടാങ്കിന്, അതായത് കുളിക്കുന്നതിനും നനയ്ക്കുന്നതിനും മാത്രം നമുക്ക് മണ്ണിലേക്ക് വിടാം. ബാക്കി മാലിന്യങ്ങളുണ്ട്, അത് നമുക്ക് ഡ്രെയിനേജ് വഴി വിടാം. പക്ഷെ ആ ഡ്രെയിനേജിൽ നിന്ന് പോലും എനിക്ക് തോന്നുന്നു പ്രോസസ്സ് ചെയ്ത് വളം ഉണ്ടാക്കാനെടുക്കാം. അല്ല ചാണകം മാത്രമല്ല, എല്ലാ എക്സ്ക്രീറ്റയും നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും. കണ്ണൂർ എഴിമല അക്കാഡമിയിൽ അവിടെ അവർ STP ഉണ്ടാക്കി, സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് 4 ഉണ്ടാക്കിയതിനകത്തേക്ക് എല്ലാം കൂടെ കുമിഞ്ഞും കൂടി വന്നപ്പോൾ പരിസരത്തുള്ള കിണറുകളിലെല്ലാം, ഇവരുടെ മതിൽക്കെട്ടിന് വെളിയിലുള്ള കിണറുകളിലെല്ലാം പത വരാൻ തുടങ്ങി. അപ്പം ഈ 4 യൂണിറ്റ് എന്നുള്ളത് ഒരു 10 യൂണിറ്റ് ആക്കിയാൽ പിന്നെ ഈ ഇൻഫിൽട്രേഷൻ ഉണ്ടാകും. അതിനവിടെ വലിയ ജനകീയ സമരം വന്ന് ആ സമരം ചെയ്യുന്നവർക്ക് നേരിട്ട് ഇടയിൽ ആളായി മാറി അവിടെ പോയി പാർട്ടിയുടെ STP യൂണിറ്റ് ചെയ്തു. ഇനി അവിടെ ചെന്ന് ഞാൻ ചവിട്ടി നടന്നത് മുഴുവൻ ഈ എക്സ്ക്രീറ്റയുടെ പുറത്താണ്. ഒരു മണവുമില്ല, നാറ്റവുമില്ല. ഞാൻ നടന്നത് അതിൻ്റെ മേളിൽ കൂടാണ്. അവരിതിൽ നിന്ന് മുഴുവൻ വെള്ളമെടുത്ത് ചെടി നനയ്ക്കാനും അവരുടെ തന്നെ ഫ്ലഷിനും വിട്ടിട്ട് ബാക്കി ഇത് വരുന്നതിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഉണങ്ങി വളമായിട്ട് ഉപയോഗിക്കുക. ഒരു നാറ്റവുമില്ല. ഒരു 2 ഏക്കറാണ് ആ ഡ്രൈൻ പ്ലാന്റ് എന്ന് പറയുന്നത്. വെറുതെ ഇങ്ങനെ മണ്ണിലോട്ടിട്ടേക്കില്ല. അതിൻ്റെ പുറത്തോട്ട് നടക്കും. അവരതിൽ നിന്ന് ട്രീറ്റ് ചെയ്തെടുത്ത് വന്ന വെള്ളം അതിൻ്റെ നേവി ഓഫീസേഴ്സ് എൻ്റെ മുമ്പിൽ വെച്ച് കുടിച്ചു, ഞാനും കുടിച്ചു. സർ, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഭൂമിക്കുള്ള വെള്ളം നമ്മൾ വിട്ടുകൊടുത്താലേ നമുക്കുള്ള വെള്ളം ഭൂമി തരും.
അല്ലാതെ അതിന് നെഞ്ചത്ത് ഇട്ട് നിലവിളിച്ചിട്ട് മുഖ്യമന്ത്രിയും പിന്നെ ജലമന്ത്രിയും ഒന്നും തെറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മണ്ണിനോട് ചെയ്യേണ്ടതായ ക്രിയകൾ കൃത്യമായി ചെയ്തിരിക്കണം. എന്തും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നതാണ് മണ്ണ്. ചോര മാത്രം വെട്ടി ഒലിപ്പിച്ച് വിടരുന്നതായിരുന്നു. സാറ് ജയിച്ചാൽ എൻവയറമെന്റ് മിനിസ്റ്റർ ആവാൻ മോഡിജിയോട് പറയും. ബൈബിളാണ് എനിക്ക് തീർച്ചയായിട്ടും. അല്ല, മിനിസ്റ്റർ ആവാനല്ല, ഈ എല്ലാ വകുപ്പിലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അവിടെയുള്ള മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് വേണ്ടത്. പക്ഷെ നടൻ മാത്രമല്ല, ഒരു സകലകല വല്ല പിന്നെ നമുക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഇത് പറയല്ല, അത് തീർച്ചയായിട്ടും വരും. എന്നെ കെട്ടിയിട്ട് പ്രാർത്ഥിക്കല്ലേ. നല്ല മിനിസ്റ്റേഴ്സുണ്ട് ഈ മന്ത്രിസഭയിൽ. ഞാൻ പറയുന്നു 73 മിനിസ്റ്റേഴ്സോ മറ്റോ ആണ് ടോട്ടൽ. നമുക്ക് 87 വരെ പോകാം. സ്റ്റേറ്റും ക്യാബിനറ്റും എല്ലാം കൂടി കൗണ്ടുണ്ട്. കൗണ്ട് വെച്ച് 87 വരെ 77 വരെ 87 വരെ പോകും, 83 വരെ. പക്ഷേ അദ്ദേഹം 73 പേരെ കണ്ടേ വെച്ചു. 73 ഡെപ്യൂട്ടി സ്റ്റേറ്റ് ഓഫ് മിനിസ്റ്റർ. ഇതിൽ കുറഞ്ഞത് ഒരു 35-40 മിനിസ്റ്റേഴ്സ് കണ്ടാൽ ചിലപ്പോൾ നമ്മളവരെ ബോധിക്കത്തില്ല. ഇപ്പം മൻസുഖ് മാണ്ഡ്യ ആയുഷിൻ്റെ അല്ല, ആയുഷിൻ്റെ ആയിരുന്നാണ്, ഹർഷവർദ്ധനായിരുന്നു. സോനോവാൾ ആസാം. ഇതിലൊരു 35 മുതൽ 40 പേര് ഇടിവെട്ട് മിനിസ്റ്റേഴ്സാണ്. ഇവരെല്ലാം ഓരോ സംസ്ഥാനത്ത് ഭാവി മുഖ്യമന്ത്രിമാർ. ആ രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ. ഇവിടെ ഇരുത്തി പണി പഠിപ്പിച്ച് ഓരോ സംസ്ഥാനത്തിൻ്റെ ചുമതലയിലേക്ക് അതിന് നേതൃത്വം കൊടുക്കും. അതിന് സിസ്റ്റം ഉണ്ട്. അതാണ് സെറ്റപ്പ്. അതാണ് ഘടന. അല്ലാതെ കൊടിയും പിടിച്ച് ആ കൊടിയുടെ ദണ്ട് വെച്ച് വല്ലവൻ്റെയും നെഞ്ചത്ത് കുത്തി കയറ്റി പെണ്ണുങ്ങളുടെ അടിവയറ്റി ചവിട്ടി ഗർഭം കലക്കുക, അതല്ല കാട്. അതല്ല 51 വെട്ടുവെട്ടുന്നതൊന്നും അല്ല കാട്. എല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കുക, എല്ലാവരെയും അവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക. അവർ പ്രവർത്തിച്ച് വലുതാവുന്നത് എനിക്ക് തടസ്സമെന്ന് പറഞ്ഞ് ഒടുക്കാൻ നിനക്ക് അവകാശമില്ല, ഒരുത്തനും അവകാശമില്ല. കാണിച്ചു കൊടുക്കും. പുലിവർഗമൊക്കെ ഞങ്ങൾ ചെയ്തേക്കുന്നത് അതാണ്. ഇതാണ് ഞാൻ അത്